നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാർത്തകളാണ് AI കാരണം ജോലി നഷ്ടപ്പെടുന്നു, AI കാരണം അവസരങ്ങൾ നഷ്ടപ്പെടുന്നു. തീർച്ചയായിട്ടും AI വളരെ സ്ട്രോങ് ആയിട്ട് ലോകത്ത് വന്നു കഴിഞ്ഞു. ഒരുപാട് രംഗത്ത് തൊഴിലവസരങ്ങളൊക്കെ കുറയുന്നു. പുതിയ തൊഴിലവസരങ്ങളൊക്കെ രൂപപ്പെടുന്ന തൊഴിലവസരങ്ങളിലേക്ക് പിന്നെ എമർജ് ചെയ്യാൻ കഴിയുന്ന ചെറുപ്പക്കാരുടെ എണ്ണം കുറയുന്നു. ചിലരൊക്കെ സ്റ്റക്കായി പോകുന്നു, ചിലരൊക്കെ ജോലി നഷ്ടപ്പെട്ട് നിരാശയിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ലോകത്ത് ഉരുത്തിരിഞ്ഞ് വരുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ കയ്യിലുള്ള കുഞ്ഞുങ്ങളെ ഒന്ന് രൂപപ്പെടുത്തി എടുക്കേണ്ടത്? വരുന്ന കാലഘട്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു AI ഇറായിലേക്ക് എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ രൂപപ്പെടുത്തി എടുക്കേണ്ടത്? വരാൻ പോകുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്താണ്? മെഷീനുകൾ ലോകത്ത് അതിശക്തമായിട്ട് വരുമ്പോൾ എന്തിനാണ് ഡിമാൻഡ് വരുന്നത്? എങ്ങനെയുള്ള ചെറുപ്പക്കാർക്കാണ് ഡിമാൻഡ് വരുന്നത്? എങ്ങനെയുള്ളവർക്കാണ് സാധ്യതകളെ അവസരങ്ങളെ നേടിയെടുക്കാൻ കഴിയുന്നത്? വിദ്യാഭ്യാസത്തിലും പാരൻറ്റിങ്ങിലും ഒക്കെ വരുത്തേണ്ട മാറ്റങ്ങൾ എന്താണ്? ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ന്യൂറോളജിസ്റ്റിൻ്റെ ഒരു ആർട്ടിക്കിൾ വായിച്ചു. അതേസമയം തന്നെ ഒരു പ്രമുഖനായ ഒരു ട്രെയിനറിൻ്റെ ഒരു ടോക്ക് കേൾക്കാനും ഇടയായി. ഒരു ബിസിനസ് കോച്ചാണ്. ഇത് രണ്ടും ഒരേ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അത് പ്രത്യേകിച്ച് മാതാപിതാക്കൾക്കും കുട്ടികൾക്കും വളരെ വേണ്ടപ്പെട്ടതാണ് എന്ന് തോന്നിയിട്ടുള്ളത് കൊണ്ടും ഇതിനു മുമ്പ് പല പ്രാവശ്യം അത്തരം കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയും സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കൽ കൂടി ഇതൊന്ന് എടുത്തു പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ അതൊന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാ രംഗത്തേക്കും കടന്നു വരുന്നു. ഓട്ടോമേഷനും റോബോട്ടിക്സും ഒക്കെ കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. ഒരുപാട് തൊഴിലവസരങ്ങളൊക്കെ പലർക്കും നഷ്ടപ്പെടുന്നുണ്ട്. പുതിയ തൊഴിൽ മേഖലകളൊക്കെ തന്നെ തുറന്നു വരുന്നുണ്ട്. കാരണം AI ഉണ്ടാക്കുന്ന ഒരു പ്രോഫിറ്റബിലിറ്റിയും റവന്യൂ ജനറേഷനും ഒക്കെ തീർച്ചയായിട്ടും മറ്റ് പുതിയ മേഖലകളൊക്കെ തുറക്കാൻ സാധ്യതകളും ഉണ്ടാവും. എവിടെയാണ് ഇനിയും നമ്മുടെ കുട്ടികൾക്കൊക്കെ സാധ്യത? ഇനി വരും തലമുറയുടെ ഓപ്പർച്യൂണിറ്റി എവിടെയാണ്? ഇതൊന്ന് മനസ്സിലാക്കാനാണ് ഈ ഒരു വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. ഇന്നും പഴയ രീതിയിൽ കുട്ടികളെല്ലാം പഠിപ്പിച്ച് കുറേ മാർക്കുള്ളവരാക്കി മാറ്റാനും ഏതെങ്കിലുമൊക്കെ പ്രൊഫഷനിൽ എത്തിക്കാനും ഏതെങ്കിലുമൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്തിക്കാനും ഒക്കെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്ത് ഇപ്പോൾ നിലവിലുള്ള പല സ്റ്റാൻഡേർഡ്സും അല്ലെങ്കിൽ പല അച്ചീവ്മെൻറ്റ്സ് എന്ന് വിളിക്കുന്ന കാര്യങ്ങളും ഒരു 10 കൊല്ലത്തിനകത്ത് വലിയ മാറ്റങ്ങൾ നേരിടാൻ പോവുകയാണ്. നമ്മളിന്ന് കാണുന്ന പല മേഖലകൾ, ഇപ്പോൾ മാനേജ്മെൻറ്റ്, എൻജിനീയറിങ്, മെഡിസിൻ എന്നൊക്കെ പറയുന്ന മേഖലകളിൽ പോലും വലിയ രീതിയിലാണ് മെഷീൻസ് കടന്നു വരാൻ പോകുന്നത്. വളരെ സ്മാർട്ടായിട്ടുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മെഷീൻസ് ഈ രംഗത്തേക്കൊക്കെ കടന്നു വരുമ്പോൾ മനുഷ്യന് മെഷീനുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും അത് കണക്ക് കൂട്ടാനുള്ള കഴിവും ഡേറ്റ മാനേജ് ചെയ്യാനുള്ള കഴിവും അല്ലെങ്കിൽ ഇൻ്റലിജൻസും ഒന്നും ആയിരിക്കത്തില്ല. കാരണം അതെല്ലാം മെഷീൻസിന് കൂടുതലുണ്ട്. കുറേ കൂടി മനുഷ്യന് നേടിയെടുക്കാൻ പറ്റുന്നൊരു സ്പേസ് എന്ന് പറയുന്നത് ഇമോഷണൽ സ്പേസാണ്. മെഷീൻ അത്ര സാധ്യമല്ലാത്ത, അല്ലെങ്കിൽ മെഷീൻ പെട്ടെന്ന് കയറി അക്വയർ ചെയ്യാൻ സാധ്യതയില്ലാത്ത ആ ഇമോഷണൽ പാർട്ട് ഓഫ് ദ ബ്രെയിൻ അല്ലെങ്കിൽ ആ ഇമോഷണൽ പാർട്ട് ഓഫ് ദ ഇൻ്റലിജൻസിലേക്കാണ് മനുഷ്യന് ഇനിയും കടന്നു ചെല്ലാനായിട്ട് സാധിക്കുന്നത്. അവിടെയാണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. അതുകൊണ്ട് തന്നെ ഇനിയും ഈ മെഷീൻസ് കൂടി വരുന്നതിനനുസരിച്ച് ലോകത്തെ ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് കൂടുതൽ ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും എല്ലാ രംഗത്തും എടുക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഡോക്ടർ ആയതുകൊണ്ട് മാത്രമല്ല, ഡോക്ടർ പ്ലസ് ഇമോഷണലി ഇൻ്റലിജൻറ്റ്, എഞ്ചിനീയർ പ്ലസ് ഇമോഷണലി ഇൻ്റലിജൻറ്റ്, ലോയർ പ്ലസ് ഇമോഷണലി ഇൻ്റലിജൻറ്റ്, എല്ലാ രംഗത്തും, പൊളിറ്റിക്കൽ രംഗത്തും സാമൂഹിക രംഗത്തും സാംസ്കാരിക രംഗത്തും എല്ലാ രംഗത്തും ഇമോഷണലി ഇൻ്റലിജൻ്റ് അല്ലാത്തവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ ഗവൺമെൻറ്റിലേക്ക് പുതിയ ഒരു ഗവൺമെൻറ് ഫോം ചെയ്തു, പുതിയ മിനിസ്റ്റേഴ്സൊക്കെ വരുന്നു. അറിയാതെയൊക്കെ പല തെറ്റുകളും സംസാരത്തിൽ വരുന്നു. പിറ്റേ ദിവസം ക്ഷമ ചോദിക്കേണ്ട വരുന്നു. പിന്നെ ജെൻസിയുടെ വലിയ പ്രക്ഷോഭങ്ങളെയൊക്കെ നേരിട്ട രീതികളിലൊക്കെ വലിയ അബദ്ധങ്ങൾ നമ്മൾ കാണിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാ രംഗത്തും, പൊളിറ്റിക്കൽ രംഗത്തായാലും എല്ലാത്തരം ലീഡർഷിപ്പിലും ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വളരെയധികം കൂടി വരികയാണ്. മെഷീൻ ലോകത്തെ സ്വാധീനിക്കാൻ പോകുന്ന ഈ കാലഘട്ടത്തിൽ, അമിതമായി മെഷീൻ തൊഴിലുകൾ തട്ടിയെടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്, നമ്മുടെ കുട്ടികളുടെ അടുത്ത തലമുറയിലെ സാധ്യത എന്ന് പറയുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസ് കോഷ്യൻ്റാണ്. അപ്പോൾ എന്താണ് ഇമോഷണൽ ഇൻ്റലിജൻസ് കോഷ്യൻ്റ് എന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ചില എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാനും അത് നമ്മുടെ കുട്ടികളിൽ എങ്ങനെ സൃഷ്ടിക്കാമെന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, കുട്ടികൾ കേൾക്കാൻ തയ്യാറുള്ള കുട്ടികളാണ്. പല കുട്ടികളും ഒരു ലിസണിങ് സ്കില്ലില്ല, അല്ലെങ്കിൽ അവർക്ക് കേൾക്കാൻ മനസ്സില്ല, കൂടുതൽ പറയാനാണ് ശ്രമിക്കുന്നത്. ശരിക്കും ഒരു കാര്യത്തെ ലിസൺ ചെയ്ത് മനസ്സിലാക്കി
ഒരു കാര്യത്തോട് റിപ്ലൈ ചെയ്യുന്നതിന് പകരം പല കുട്ടികളും ദേ ആർ ലിസണിങ് ടു ആൻസർ, നോട്ട് ലിസണിങ് ടു അണ്ടർസ്റ്റാൻഡ്. ഇത് വലിയ കുഴപ്പമാണ്. ഇത് പേരൻസിലും ഉണ്ട്, അതുകൊണ്ടാണ് കുട്ടികളിൽ ഇത് വരുന്നത്. നമ്മൾ ലിസൺ ചെയ്യുമ്പോൾ വെദർ നമ്മൾ ഭയങ്കര ഈഗോ സെൻട്രിക് ആയിട്ട് ലിസൺ ചെയ്യുന്നു, നമുക്കൊരു ഒരു പിന്നെ ഒരു സാറ്റിസ്ഫൈഡ് അല്ലാതെ ലിസൺ ചെയ്യുമ്പോൾ നമ്മളൊരിക്കലും അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണമെങ്കിൽ നമ്മളിൽ ഒരു ഹ്യൂമിലിറ്റി, നമ്മളിലൊരു ഒബീഡിയൻസ്, നമ്മളിലൊരു പിന്നെ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് ഉയർന്നു നിൽക്കണം. പലപ്പോഴും അങ്ങനെയല്ല, നമ്മളൊരു ഈഗോ കൊണ്ട് പെട്ടെന്ന് അതിന് മറുപടി പറയുക. കുട്ടികളൊക്കെ ഇപ്പോൾ പെട്ടെന്ന് ചാടിക്കയറി മറുപടി പറയാനാണ് ശ്രമിക്കുന്നത്. ഒരു ഇൻ്റർവ്യൂവിലൊക്കെ എല്ലാവരും നോക്കുന്നത്, ചെറിയ പ്രായം മുതലേ കൾട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ ഒരു ഇൻ്റർവ്യൂവിലൊക്കെ ഒരു ചോദ്യം കേൾക്കുമ്പോൾ ആ ചോദ്യത്തെ മനസ്സിലാക്കിയിട്ട് വേണം അതിൻ്റെ ഉത്തരം പറയാനായിട്ട്. അതുപോലെ ഒരുപാടങ്ങ് സംസാരിക്കുന്ന കുട്ടികളുണ്ട്. ഒരുപാട് സംസാരിക്കുമ്പോൾ നമ്മുടെ വൾണറബിലിറ്റീസാണ് പുറത്തേക്ക് പോകുന്നത്. നമ്മളുടെ കുറവുകളെല്ലാം തന്നെയാണ് നമ്മൾ വിളിച്ച് പറയുന്നത്. എവിടെയാണ് കൃത്യമായി സംസാരിക്കേണ്ടത്, എവിടെ സ്റ്റാർട്ട് ചെയ്യണം, എവിടെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും വലിയൊരു ആർട്ട് എന്ന് പറയുന്നത് ലിസണിങ് ആണ്, ടോക്കല്ല. ആ ലിസൺ ചെയ്ത് കാര്യങ്ങളെ മനസ്സിലാക്കിയതിന് ശേഷം ആൻസർ ചെയ്യുന്ന ആൾക്കാരാണ് ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, എങ്ങനെയാണ് നമ്മൾ ക്രിറ്റിസിസവും ഫീഡ്ബാക്കും എടുക്കുന്നത്. ക്രിറ്റിസിസവും ഫീഡ്ബാക്കും നമുക്ക് ഹാപ്പി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. ഫെയിലിയറിൽ നിന്ന് ലേൺ ചെയ്യുന്ന ആൾക്കാരാണ്. വളരെ വലിയൊരു ക്വാളിറ്റിയാണ്. ഫെയിലിയർ ഉണ്ടാകുന്നതൊന്നും കുഴപ്പമില്ല, പക്ഷെ ആ ഫെയിലിയർ ഉണ്ടാകാൻ നമ്മൾ കുട്ടികളെയൊക്കെ വളർത്തുമ്പോൾ തന്നെ ഫെയിലിയർ ഉണ്ടാകാനുള്ള ഓപ്പർച്യൂണിറ്റിയൊക്കെ അവർക്ക് ഉണ്ടായിക്കോട്ടെ. ആ ഫെയിലിയറിനെ പേരൻസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, ഇതൊക്കെ കണ്ടിട്ടാണ് ഫെയിലിയറിനോടുള്ള ഒരു മനോഭാവം കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുന്നത്. തോൽവി എന്തോ വലിയ കുഴപ്പം പിടിച്ചൊരു കാര്യമാണെന്നാണ് കുട്ടികളൊക്കെ മനസ്സിലാക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ മുതിർന്നവർ അവർക്ക് കൊടുക്കുന്ന ഒരു ആശയമാണ്. തോക്കുക എന്ന് പറയുന്നത് എന്തോ വലിയ പ്രശ്നമാണ്. ഇന്ന് എൻ്റെ ഒരു വീഡിയോയുടെ താഴെ ഒരാൾ കമൻറ്റ് ചെയ്തതാണ്, ഈ പിന്നെ ജയിക്കുക എന്ന് പറയുന്നത്, വിജയിക്കുക എന്ന് പറയുന്നത് മാത്രമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന മട്ടിലാണ് പലപ്പോഴും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അത് വളരെ അപകടകരമാണ്. ചില വിജയങ്ങളൊക്കെ തന്നെ തോൽവിയാണ്. കാരണം നമുക്ക് വേണ്ടാത്ത ചിലതൊക്കെ നമ്മൾ വിജയിച്ചാൽ അതൊക്കെ നമുക്ക് വലിയ പ്രോബ്ലംസ് നാളെ ഉണ്ടാക്കും. എല്ലാ വിജയവും നമുക്ക് ആവശ്യമില്ല. ചില തോൽവികളല്ല, അതിൽ നിന്ന് ഗ്രേറ്റ് ലേണിംഗ് ഉണ്ട്. മദർ തെരേസ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ സക്സസ് ഗിവ്സ് യു ജോയ് ബട്ട് ഓൺലി ഫെയിലിയർ ഗിവ്സ് യു ലേണിംഗ്. ചില തോൽവികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. അത് നമ്മളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണ്, കരുത്ത് നൽകുന്നതാണ്. അപ്പോൾ ആ തോൽവികളെ അത് കൃത്യമായി പഠിക്കാനായിട്ട് തയ്യാറാണോ? ഒരു ക്രിറ്റിസിസം വന്നാൽ അതിൽ നിന്നൊന്ന് ലേൺ ചെയ്യാൻ തയ്യാറാണോ? ക്രിറ്റിസിസം ഒന്നും നമുക്ക് അങ്ങോട്ട് ചിന്തിക്കാനേ പറ്റത്തില്ല. ഇന്ന് ലീഡേഴ്സ് തന്നെ അങ്ങനെ ആയിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെ കുട്ടികൾ അത് കണ്ടല്ലേ വളരുന്നത്. എന്ത് മാതൃകയാണ് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത്? ക്രിറ്റിസിസത്തിനെയൊക്കെ അതിൻ്റെ സ്പിരിറ്റിൽ, പോസിറ്റീവ് സ്പിരിറ്റിൽ എടുത്ത് അതിൽ നിന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ആ ക്രിറ്റിസിസം നമ്മൾ അക്സെപ്റ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷേ ആ ക്രിറ്റിസിസത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് മനസ്സിലാക്കാനും അതനുസരിച്ച് പിന്നെ രൂപാന്തരപ്പെടാനും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മളൊരു ഇമോഷണലി ഇൻ്റലിജൻറ്റ് പേഴ്സൺ അല്ല. ഒരു AI കാലഘട്ടത്തിൽ നമ്മളൊരു കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ള ആളായിരിക്കില്ല. ഫീഡ്ബാക്കുകൾ എടുക്കാൻ തയ്യാറാണോ? നമ്മൾ എന്ത് പ്രവർത്തനം ചെയ്യുമ്പോഴും സാറേ എങ്ങനെ ഉണ്ടായിരുന്നു, ഇത് ചെയ്തത് നല്ലതായിരുന്നോ, അല്ലെങ്കിൽ ഇത്, അപ്പോൾ അതിന് ഓണസ്റ്റായിട്ടുള്ളൊരു ക്രിറ്റിസിസമൊക്കെ സ്വീകരിക്കാൻ തയ്യാറാണോ? നല്ല ഫ്രണ്ട്സ് ഉണ്ടോ? നല്ല ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ സന്തോഷിപ്പിക്കുന്നവർ മാത്രമല്ല, നമ്മളെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ കഴിയുന്ന, തിരുത്താൻ കഴിയുന്ന നല്ല ഗുരുക്കന്മാരുണ്ടോ നമുക്ക്? നല്ല മെൻറ്റേഴ്സ് ഉണ്ടോ നമുക്ക്? പലർക്കും ഒരു ഗുരുക്കന്മാരോ മെൻറ്റേഴ്സോ ഒന്നുമില്ല. ചിലരൊക്കെ കൗൺസിലിങ്ങിന് വരും. അപ്പോൾ അവരെ ഇങ്ങനെ സന്തോഷിപ്പിച്ചാൽ അവർ ഭയങ്കര ഹാപ്പിയാണ്. അവരുടെ ഒരു പ്രശ്നം നമ്മൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർക്ക് വിഷമമാണ്. പിന്നെ ഈ കൗൺസിലർ കൊള്ളത്തില്ല, അല്ലെ ഈ ഡോക്ടർ കൊള്ളത്തില്ല, അല്ലെ ഈ സാറ് കൊള്ളത്തില്ല. നമ്മളെ ഒന്ന് തിരുത്താൻ ശ്രമിച്ചാൽ, ഒന്ന് ക്രമീകരിക്കാൻ ശ്രമിച്ചാൽ, ഒന്ന് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നവരൊക്കെ ശത്രുക്കളാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഇതൊക്കെ ഇമോഷണൽ ഇൻ്റലിജൻസ് വളരെ കുറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങളുടെ അവസ്ഥയാണ്. അങ്ങനെയുള്ളവർക്ക് വലിയ സാധ്യതകളൊന്നും ഇനി വരാൻ പോകുന്ന കാലത്തുണ്ടാവില്ല. എത്ര വലിയ മാർക്കുള്ളവരാണെങ്കിലും, എത്ര വലിയ ഡിഗ്രികളുള്ളവരാണെങ്കിലും, എത്ര വലിയ എലീറ്റായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങിയാലും they are not going to survive in this modern age. പ്രത്യേകമായിട്ട് മനസ്സിലാക്കാം. മൂന്നാമത്, ആർ ദേ കാം അണ്ടർ പ്രഷർ. ഏതെങ്കിലും പ്രഷർ വരുമ്പോൾ, ചാലഞ്ചസ് വരുമ്പോൾ, ആഡ്വേഴ്സിറ്റീസ് വരുമ്പോൾ അതിനെ സമാധാനത്തോടെ നേരിടാൻ നമുക്ക് കഴിയുമോ? അത് വളരെ വലിയൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്, വലിയൊരു ഇമോഷണൽ ക്വാളിറ്റിയാണ്, വലിയൊരു സോഷ്യൽ ട്രെയ്റ്റാണ്. തൊഴിൽ രംഗത്ത് ഇത് വളരെ ആവശ്യമാണ്. കാരണം തൊഴിൽ രംഗത്ത് നമ്മളെ
ഹയർ ചെയ്യുന്നത് തന്നെ ഡിഫിക്കൽട്ടീസിനെയും ചാലഞ്ചസിനെയും പ്രോബ്ലംസിനെയും ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനുള്ള എബിലിറ്റി ഇല്ലാത്ത ആൾക്കാരെ ആരും എടുക്കത്തില്ല. ഇപ്പോൾ മെഷീൻസിന് സോൾവ് ചെയ്യാവുന്നിടത്ത് മനുഷ്യനെ എടുത്ത് വെക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം മനുഷ്യനേക്കാളും മെഷീൻ ലാഭകരമാകുന്ന ഒരു കാലഘട്ടത്തിൽ എപ്പോഴും മാനേജ്മെൻറ്റുകൾ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും മെഷീനുകളെ തന്നെയായിരിക്കും. എന്തുകൊണ്ടാണ് പിന്നെ ഒരു മനുഷ്യനെ എടുത്തു വയ്ക്കുന്നത്? അൺഫോർസീനായിട്ടുള്ള നമ്മൾ സാധാരണ സമയങ്ങളിൽ വരാത്ത എന്തെങ്കിലും അൺഫോർസീൻ ആയിട്ടുള്ള കണ്ടിൻജൻസീസ്, ചാലഞ്ചസ്, ഡിഫിക്കൽട്ടീസ്, ആഡ്വേഴ്സിറ്റീസ്, അത് മെഷീനേക്കാളും ഒരുപക്ഷെ അത്തരം സാഹചര്യം. ഇപ്പോൾ തന്നെ വെള്ളപ്പൊക്കം വന്നു, വെള്ളപ്പൊക്കം വന്ന് ബാങ്കിലെ മെഷീൻ്റെ ഒക്കെ ഓപ്പറേഷനൊക്കെ തകരാറിലാകുന്നു, അല്ലെങ്കിൽ ബാങ്കിൽ പല കാര്യങ്ങളും ആ വെള്ളപ്പൊക്കത്തിൽ നിന്ന് ആ ബാങ്കിൻ്റെ ബ്രാഞ്ചിനെ രക്ഷപ്പെടുത്തിയെടുക്കണം, അല്ലെങ്കിൽ അവിടെ കീ ആയിട്ടുള്ള പല ഓഫീസേഴ്സും വന്നിട്ടില്ല. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ അവിടെ ജോലിയിലിരിക്കുന്ന ആരാണോ അവിടെ പ്രസൻ്റ് ആയിട്ടുള്ളവർ, അവർ ആ സാഹചര്യത്തിനനുസരിച്ച് ഉയർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നവരാണെങ്കിൽ ദേ ആർ ഇമോഷണലി ഇൻ്റലിജൻറ്റ്. അങ്ങനെയുള്ളവരെയാണ് ഇപ്പോൾ ഇൻഡസ്ട്രീസൊക്കെ തിരക്കുന്നത്, അങ്ങനെയുള്ളവരെയാണ് ഹയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെയുള്ളവരെയാണ് ഒരു ഹ്യൂമൻ റിസോഴ്സ് എന്ന് ഇപ്പോൾ വിളിക്കുന്നത്. അതിന് പറ്റുന്ന ആൾക്കാരാണോ നമ്മൾ? പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ, ഒരു പ്രോബ്ലത്തെ കാണുമ്പോൾ അതിൻ്റെ സൊല്യൂഷൻസിലേക്ക് വരാൻ കഴിയുന്നവരാണ് ഇമോഷണലി ഇൻ്റലിജൻറ്റ് പീപ്പിൾ. അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എവിടെയുണ്ടോ അത് പോയി സീക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ ഒരു സൊല്യൂഷനിലേക്ക് ലീഡ് ചെയ്യാൻ ഒക്കെ നമുക്ക് കഴിയുന്നെങ്കിൽ അത്തരം ആൾക്കാർ ഈ ആധുനിക കാലത്ത് വലിയ സാധ്യതകൾ നിലനിർത്തും. നാലാമതായിട്ട് വളരെ പ്രധാനമായ ഒരു കാര്യം, ഒരു സെൽഫ് സെൻറ്റേർഡ് ആണോ, ഒരു ടീം പ്ലെയറാണ്. പല ആൾക്കാർ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുന്നവരാണ്. എൻ്റെ വിജയം മാത്രം, എൻ്റെ സക്സസ് മാത്രം, എൻ്റെ ടാർഗറ്റ് മാത്രം. നല്ല ആൾക്കാർ അങ്ങനെയല്ല, അവരൊരു ടീം പ്ലെയറാണ്. അവരുടെ ടാർഗറ്റൊക്കെ അവർ അച്ചീവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവർ കൂടെയുള്ളവരെല്ലാം അച്ചീവ് ചെയ്തോന്ന് ഉറപ്പുവരുത്തുന്നു. കൂടെയുള്ള ആൾക്കാരെ ഒരു കോമ്പറ്റീറ്ററായിട്ടല്ല അവർ കാണുന്ന, ഒരു ടീം മെമ്പറായിട്ട് കാണുന്നു. ഇന്ന് കോർപ്പറേറ്റിലേക്ക് ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് തൊട്ടടുത്തിരിക്കുന്ന ആളിനെ പോലും ഒരു എതിരാളിയായിട്ടോ ശത്രുവായിട്ടോ കാണുന്ന മനോഭാവം പലരിലും ഉണ്ട്. പല ഓർഗനൈസേഷൻസും അത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ആ ക്വാളിറ്റി ഉള്ളവരാണ് മേളിലിരിക്കുന്നത്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? അവർ ഒരാളെ വേറൊരാളുമായിട്ട് കോമ്പീറ്റ് ചെയ്യിച്ച് പിന്നെ ബിസിനസ് കൂട്ടാനായിട്ട് ശ്രമിക്കും. ഇൻ ദ ലോങ് റൺ വാട്ട് ഹാപ്പൻസ്, നിങ്ങളുടെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ഒരു ഡിസാസ്റ്ററായിട്ട് മാറും. അവരെ ഒന്നിനും കൊള്ളിക്കാത്തവരായിട്ട് മാറും, ഒരു ഇൻറ്റഗ്രിറ്റി ഇല്ലാത്തവരായിട്ട് മാറും, ഡിസോണസ്റ്റ് മാറും. നല്ല ഓർഗനൈസേഷൻസ് ദേ ബിൽഡ് ടീം. അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്ലിമെൻ്റ് ചെയ്യുന്നവരാണ്. ഒരു ടീമിൻ്റെ പ്രത്യേകത എന്താ? എല്ലാവരും എല്ലാത്തിലും കോമ്പീറ്റൻ്റ് അല്ല, പക്ഷെ എല്ലാവരും കൂടെ കൂടുമ്പോൾ എല്ലാ കാര്യവും ഹയസ്റ്റ് പെർഫോമൻസിലേക്ക് വരും. അപ്പോൾ എല്ലാവരും വ്യത്യസ്തമായ റിസോഴ്സസ് ഉള്ളവരാണ്. അവരെല്ലാവരും കൂടെ കൂടുമ്പോഴാണ് അതിൻ്റെ ഒരു കംപ്ലീഷനിലേക്ക് വരുന്നത്. അതിൻ്റെ ഒരു സിനർജി, 1+1 = 2 എന്ന് പറയാറുണ്ട്. ഒരു സിനർജി, എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ ആ ആൾക്കാരുടെ നമ്പറിനേക്കാളും അതിൻ്റെ പ്രൊഡക്ടിവിറ്റി കുറേ കൂടെ എക്സൽ ചെയ്യുന്നു. അതാണ് ഒരു ടീം എന്ന് പറയുന്നത്. ടുഗദർ എവരിബഡി അച്ചീവ്സ് മാജിക്. അത്തരത്തിലുള്ളൊരു ടീം ഇമ്പോർട്ടൻസിലേക്ക് നമുക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുമ്പോഴാണ് ഇമോഷണലി ഇൻ്റലിജൻറ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ആ ഇമോഷണൽ ഇൻ്റലിജൻസ് കോഷ്യൻ്റ് അതാണ്. ആ ലെവലിൽ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? പലരും സ്വന്തം കാര്യം മാത്രം, വളരെ സെൽഫിഷായിട്ട്, വളരെ ക്രൂഡായിട്ട് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ളവർ ഇനിയുള്ള ഒരു കാലത്ത് വിജയിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. ചെറിയ പ്രായത്തിൽ കുട്ടികളെ എല്ലാവരെയും കൂടെ ഒരുമിച്ച് കാണാനും ടീമായിട്ട് പ്രവർത്തിക്കാനും, ഞാനൊന്ന് തോറ്റാലും കുഴപ്പമില്ല, മറ്റുള്ളവരും കൂടെ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ഒക്കെ ആയിരിക്കണം. ഇത് പേരൻസിൻ്റെ ക്വാളിറ്റിയുമായിട്ടും കൾച്ചറുമായിട്ടും വാല്യൂസുമായിട്ടും ഒക്കെ വളരെ ബന്ധമുണ്ട്. അതിന് എങ്ങനെയെങ്കിലും ജയിക്കുക എന്നുള്ളതല്ല, ആരും തോക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എല്ലാവരും ഞാൻ ജയിക്കുന്നു എന്നുള്ളതിനേക്കാളും വളരെ പ്രധാനമായി മറ്റുള്ളവൻ തോറ്റുപോകരുത് എന്നാഗ്രഹിക്കുന്ന ആ ഒരു ഹയർ വാല്യൂ ആണ് ഇനിയുള്ള കാലത്ത് നമുക്കാവശ്യം. നമ്മൾ ജയിക്കുന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന മനുഷ്യരുടെ സാധ്യതകൾ വളരെ ബ്ലീക്കായിരിക്കും ഇനിയുള്ള കാലത്ത്. അതുപോലെ വളരെ പ്രധാനമാണ് നമ്മൾ ഗ്രേറ്റ്ഫുള്ളും താങ്ക്ഫുള്ളും ആണോ? നമ്മളൊരു ഗ്രേറ്റ്ഫുൾ പേഴ്സണാണോ? പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ, ഫ്രണ്ട്സിനെ പറ്റി ചോദിക്കുമ്പോൾ, ലൈഫിനെ കുറിച്ച് ചോദിക്കുമ്പോൾ, പേരൻസിനെ കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ കുട്ടികളുടെ മറുപടി ഗ്രേറ്റ്ഫുള്ളാണ്. പല കുട്ടികളും അവരെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി അവർക്കുണ്ടായ അനുഭവങ്ങളെയൊക്കെ വളരെ മോശമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യും, വളരെ താഴ്ത്തിക്കെട്ടുകയും, പല കുട്ടികളോടും അവർ ജോലി ചെയ്ത അതിന് മുമ്പുള്ള സ്ഥാപനങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കും, വളരെ മോശമായിട്ട് ആ സ്ഥാപനത്തെക്കുറിച്ചൊക്കെ പറയുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ട്. ഇതൊക്കെ വളരെ അത്തരം ആൾക്കാരെയൊന്നും ആരും കൂടുതൽ പ്രൊമോട്ട് ചെയ്യത്തില്ല. നമ്മൾ പൊതുവേ ഒരു കണ്ടൻറ്റഡ് ആയിട്ടുള്ള, ഹാപ്പി ആയിട്ടുള്ള,
ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഴ്സൺ ആണോ, ഗ്രേറ്റ്ഫുൾ ആണോ, ഒരു പീസ്ഫുൾ ആണോ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്തരത്തിലുള്ള ആൾക്കാരെയാണ് മനുഷ്യനായിട്ട് ഓരോ ഓർഗനൈസേഷനിൽ ആവശ്യം. കാരണം ആരെങ്കിലും ഒരു ട്രബിളിനെ എടുത്ത് ഒരു ഓർഗനൈസേഷൻ വെക്കുമോ, ആരെങ്കിലും ഒരു ദുരന്തത്തെ എടുത്തൊരു ഓർഗനൈസേഷൻ വെക്കുമോ? ഒരു ഓർഗനൈസേഷനിൽ കുറച്ച് മനുഷ്യരുള്ളവർ, ആ ഉള്ള മനുഷ്യരൊക്കെ നല്ല നല്ല പോസിറ്റീവ് ക്വാളിറ്റീസ് ഉള്ളവരായിട്ടും ഹാപ്പി ആയിട്ടുള്ളവരുമാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കും. ഹാപ്പിനെസ് എന്ന് പറയുന്നതിന് ഒരു ഹൈ ഇമോഷണൽ കോഷ്യൻ്റാണ്, ഒരു സംശയമില്ല. അപ്പോൾ വളരെ താങ്ക്ഫുള്ളും ഹാപ്പിയും പീസ്ഫുള്ളും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരെയാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഒരു പേഴ്സണാണോ? അതിന് കുറേ പേഴ്സണൽ ഡിസിപ്ലിൻസ് ഒക്കെ ആവശ്യമാണ്. ചെറിയ പ്രായം മുതൽ തന്നെ നമ്മളെ ആരോഗ്യപരമായിട്ട് നിർത്തുകയും മാനസിക ആരോഗ്യം, വൈകാരിക ആരോഗ്യം, ഒരു സോഷ്യൽ ഇൻ്റലിജൻസ്, ഇതൊക്കെയുള്ള ഒരു സ്പിരിച്വൽ കണ്ടൻ്റ് ഒക്കെയുള്ള ആൾക്കാരാണ് അങ്ങനെ വളരെ ഗ്രേറ്റ്ഫുള്ളും താങ്ക്ഫുള്ളും ഒക്കെ ആയിട്ട്. അല്ല എപ്പോഴും എല്ലാത്തിനെക്കുറിച്ച് കുറ്റം പറഞ്ഞും കംപ്ലൈൻറ്റ് പറഞ്ഞും മറ്റുള്ളവരെക്കുറിച്ച് മോശം പറഞ്ഞും ഒക്കെയുള്ള ആൾക്കാരെ പൊതുവേ ഇത്തരം സ്ഥാപനങ്ങളിലൊന്നും ഇനിയും ചാൻസസ് ഇല്ല. അത്തരം ആൾക്കാരൊക്കെ എന്ത് വലിയ അച്ചീവ്മെൻറ്റ് നേടിയെന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പോട്ടുള്ള സാധ്യതകളൊക്കെ വളരെ മോശമാണ്. അതുപോലെ വളരെ പ്രധാനമായ ഒരു കാര്യമാണ് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവ്. നിങ്ങൾക്ക് എത്ര കണ്ട് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും? ഇനിയുള്ള കാലത്ത് ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യാനൊക്കെയുള്ള ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മളെ തന്നെ സെല്ല് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ കൂടുതൽ ബിസിനസ്സൊക്കെ കൊണ്ടുവരാനുള്ള ക്വാളിറ്റിയാണ്. മറ്റ് ഓർഗനൈസേഷനിലുള്ളവരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനും നമ്മുടെ സപ്ലയേഴ്സിനെ, നമ്മുടെ കസ്റ്റമേഴ്സിനെ, നമ്മുടെ അടുത്ത് വരുന്ന ക്ലയൻസിനെ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ളൊരു പേഴ്സണൽ ക്വാളിറ്റിയാണ്. അപ്പോൾ മെഷീന് ആ ജോലി ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അവിടെ ഒരു മനുഷ്യനെ വെക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ, പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ അവിടെ ഇറങ്ങിച്ചെന്ന് മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും അവിടെ ഒരു ചേഞ്ച് കൊണ്ടുവരാനും ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാനും ഒക്കെ എബിലിറ്റി ഉള്ള മനുഷ്യരെയാണ് ഒരു പീപ്പിൾ പേഴ്സൺ എന്നൊക്കെ വിളിക്കാം, അല്ലെങ്കിൽ ഒരു പീപ്പിൾ സ്കിൽ എന്നൊക്കെ അതിനെ വിളിക്കാം. അങ്ങനെയുള്ള മനുഷ്യരെയാണ് എല്ലാവർക്കും ആവശ്യം. ഇപ്പോൾ പൊതുവേ വളരെ മനുഷ്യരുമായിട്ട് നല്ല രീതിയിൽ സഹകരിക്കാനും കോർഡിനേറ്റ് ചെയ്യാനും ഇൻഫ്ലുവൻസ് ചെയ്യാനും ഇൻസ്പയർ ചെയ്യാനും ഒക്കെ കഴിവുള്ള, ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കഴിവുള്ള അത്തരം ആൾക്കാരെയൊക്കെയാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരായിട്ടാണോ നമ്മളുടെ കുട്ടികൾ ചെറിയ പ്രായം മുതലേ ക്ലാസ്സിലൊക്കെ തന്നെ, സ്കൂളിലൊക്കെ തന്നെ, ഇത് ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് ക്വോഷ്യൻ്റ് ഒക്കെ സ്കൂളിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരുപാട് അവന്യൂസ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കുട്ടികൾ ഈ ഇപ്പോഴും കംപ്ലൈൻ്റൊക്കെ പറയുന്ന, മറ്റുള്ളവരെ താഴ്ത്തി കിട്ടുന്ന, പിന്നെ മറ്റുള്ളവരുമായിട്ട് സഹകരിക്കാൻ പറ്റാത്ത, കോപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത, കോർഡിനേറ്റ് ചെയ്യാൻ പറ്റാത്ത, എല്ലാത്തിലും മാറി നിൽക്കുന്ന, പുവർ സെൽഫ് കോൺഫിഡൻസ് ഉള്ള, പുവർ സെൽഫ് എസ്റ്റീമുള്ള, പുവർ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ധാരാളം കുട്ടികളുണ്ട്. ആ കുട്ടികളൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ അതിൽ നിന്ന് പതുക്കെ മാറ്റിയെടുത്ത് അവരെ എങ്ങനെയാണ് അതൊക്കെ മാറ്റുന്നത്? ഇതിനു മുമ്പുള്ള പല വീഡിയോയിലും ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. യു ക്യാൻ വാച്ച് സം ഓഫ് മൈ പ്രീവിയസ് വീഡിയോസ്. അപ്പം ഇതെല്ലാം മാറ്റിയെടുക്കാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? അപ്പോൾ അങ്ങനെ വളരെ ഇൻഫ്ലുവൻസിങ് പേഴ്സണാലിറ്റീസായിട്ട് നല്ല എല്ലാവർക്കും വലിയ ഇൻഫ്ലുവൻസിങ് ക്വാളിറ്റീസ് ഒന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷേ എങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യം അനുസരിച്ച് അത് കുറേയൊക്കെ നമ്മളിൽ ഡെവലപ്പ് ചെയ്തെടുത്തില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ നാളത്തെ തൊഴിൽ രംഗത്ത് പരാജയപ്പെട്ടു പോയെന്നിരിക്കും. ആർക്കാണ് ഇപ്പോൾ ജോലി നഷ്ടപ്പെടുന്നത്? മെഷീനെ പോലുള്ള ആൾക്കാർക്കാണ് ജോലി നഷ്ടപ്പെടുന്നത്. ഉയർന്ന മാനുഷിക ക്വാളിറ്റീസ് ഉള്ളവരാണ് ജോലിയിൽ നിലനിൽക്കുന്നത്. ഇനി ജോലിയൊന്നും അവർക്ക് കിട്ടിയില്ലെങ്കിൽ പോലും ദേ ബിക്കം ഓൺട്രപ്രണേഴ്സ് ആൻഡ് ദേ ബിക്കം സംതിങ് റിലവൻറ്റ് ടു ദ സൊസൈറ്റി. ഏതെങ്കിലും ഒരു രീതിയിൽ അവരങ്ങനെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് വരിക, അതിനവർക്ക് സാധിക്കും. കാരണം ഈ ക്വാളിറ്റീസ് ഉള്ളവരെ സംബന്ധിച്ച് ഇവർക്ക് ലോകത്ത് ബിസിനസ് ചെയ്യാനോ ഓൺട്രപ്രണറാകാനോ ലീഡർഷിപ്പ് ഏറ്റെടുക്കാനോ ഏതെങ്കിലും രംഗത്ത് പ്രവർത്തിക്കാനോ ഒന്നും ഒരു തടസ്സം ഉണ്ടാവില്ല. ജോലി എപ്പോഴും നഷ്ടപ്പെടുന്നത്, സാധ്യതകൾ എപ്പോഴും നഷ്ടപ്പെടുന്നത് മെഷീനെ പോലുള്ള മനുഷ്യരാണ്. കാരണം നമ്മളെക്കാൾ ഇൻ്റലിജൻറ്റ് മെഷീൻസ് വന്നപ്പോൾ മെഷീനെ പോലുള്ള വലിയ വികാരങ്ങളില്ലാത്ത മനുഷ്യനെ സംബന്ധിച്ച് പരാജയമായിരിക്കും അതിനുള്ള ഏറ്റവും വലിയ ഒരവസ്ഥയെന്ന് പറയാം. ആൻഡ് ഫൈനലി നമുക്കൊരു റെസ്പോൺസിബിലിറ്റി സന്തോഷത്തോടെ എടുക്കുന്നവരാണ്. പല ആൾക്കാരും റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്നവരാണ്. റെസ്പോൺസിബിലിറ്റീസിനെ സന്തോഷത്തോടെ എടുക്കാനും അത് ഫങ്ഷൻ ചെയ്ത് അതിൻ്റെ ഒരു പിന്നെ ഒരു അഭിമാനം നേടിയെടുക്കാനും കഴിവുള്ളവരാണ്. പല ജോലികളും ചെയ്യുമ്പോൾ അതിൻ്റെ അവസാനം നമുക്ക് കിട്ടുന്നൊരു അഭിമാനബോധമുണ്ട്. പലർക്കും ആ അഭിമാനബോധത്തെക്കുറിച്ച് അറിയത്തേയില്ല. കാരണം ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് അതൊക്കെ നിറവേറ്റി അതിൻ്റെ അഭിമാനത്തിലെത്തുക എന്ന് പറയുന്നത് ഇച്ചിരി ടാസ്ക് ആയതുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാണ് പലരും ശ്രമിക്കുന്നത്. അത്തരം അവസരങ്ങളിലൊക്കെ ഇറങ്ങിച്ചെന്ന് ലീഡർഷിപ്പ് എടുത്ത് റെസ്പോൺസിബിലിറ്റി എടുത്ത് അത്തരം സാഹചര്യങ്ങളെ ലീഡ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരെയാണ് ഇപ്പോൾ
എല്ലാ ഓർഗനൈസേഷൻസും അന്വേഷിക്കുന്നത്, എല്ലാ മേഖലയിലും അങ്ങനെയുള്ളവരെയാണ് അന്വേഷിക്കുന്നത്. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് മുമ്പോട്ട് പോകാൻ കഴിയുന്ന, ആ ഉത്തരവാദിത്തങ്ങളെയൊക്കെ അതിൻ്റെ കൃത്യമായ രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുന്ന, അപ്ലൈ ചെയ്യാൻ കഴിയുന്ന, കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാർ, അവർക്കാണ് ഇനിയുള്ള കാലത്ത് സാധ്യതകൾ. അതൊക്കെ ഒരുപക്ഷെ മെഷീനെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളാണ്. കാരണം മെഷീൻസൊക്കെ ഇങ്ങനെ എന്താ പറയുക, റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഓർഗനൈസേഷനിലെ ജോലികളിലൊക്കെയാണ് മെഷീൻസ് വരുന്നത്. അല്ലെങ്കിൽ പാസ്റ്റ് ഡേറ്റ ഉപയോഗിച്ച് ചെയ്യുന്ന മേഖലയിലൊക്കെയാണ് മെഷീൻസ് വരുന്നത്. എന്നാൽ ഇതൊന്നും അല്ലാതെ വളരെ വലിയ ഉത്തരവാദിത്തങ്ങൾ ചില സമയത്തൊക്കെ എടുക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഒരു ഓർഗനൈസേഷൻ ഡൈവേഴ്സിഫൈ ചെയ്യണം, ഒരു ഓർഗനൈസേഷനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണം, ഒരു ഓർഗനൈസേഷനിൽ ഒരു വലിയ പ്രശ്നമുണ്ടായി, ആ പ്രശ്നം ഒന്ന് പരിഹരിക്കണം, അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ ചില ആൾക്കാർക്ക് വരാൻ പറ്റില്ല, അല്ലെങ്കിൽ ചില ആൾക്കാർ കുറവാണ്, ആ സാഹചര്യത്തിൽ ഷോൾഡർ കൊടുത്ത് നിൽക്കണം. ഇതിനൊക്കെ കഴിയുന്ന വലിയ ഫ്ലെക്സിബിലിറ്റിയുള്ള, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ കഴിയുന്ന ആൾക്കാരെയാണ് ഇന്ന് മനുഷ്യനായിട്ട് എല്ലായിടത്തും അപ്പോയിൻ്റ് ചെയ്യാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെയുള്ള ചെറുപ്പക്കാരായി ഒരു 20s നമ്മുടെ കുട്ടികൾ വരണമെങ്കിൽ അവരുടെ ആ ടീൻസ് മുതൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് അവരെ ട്രെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. വളരെ ബാല്യം മുതൽ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പേരൻസ് ഇടപെടേണ്ടതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഗൈഡഡ് ആയിട്ടുള്ള പേരൻസ് അവർക്ക് കുറച്ചുകൂടെ ഒരു ഫോക്കസ് കിട്ടും, ക്ലാരിറ്റി കിട്ടും. അവർക്കറിയാം ഫ്യൂച്ചറിൽ വരുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത്. എല്ലാ പേരൻസും ഗൈഡഡ് ആകേണ്ടതായിട്ടുണ്ട്. ഗൈഡഡ് പേരൻസ് ആർ മോർ റിലാക്സ്ഡ്, മോർ കോൺഫിഡൻറ്റ്, ആൻഡ് ദേ നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ കമ്മിങ് ഡേയ്സ്. അവരാണ് വലിയ പവർഫുള്ളായിട്ട് മാറുന്നത്. അപ്പോൾ പേരൻസ് നന്നായിട്ട് ഗൈഡഡ് ആകേണ്ടതായിട്ടുണ്ട്. ഗൈഡഡ് ആയിട്ടുള്ള കുട്ടികൾ അവർ ടീനേജിലൊക്കെ വരുമ്പോൾ നല്ല ഗൈഡൻസ് കുട്ടികൾക്ക് കൊടുക്കണം. കുട്ടികൾക്ക് ഉപദേശങ്ങളല്ല വേണ്ടത്, മോട്ടിവേഷൻ അല്ല വേണ്ടത്. ദേ നീഡ് ഡീപ്പ് ഗൈഡൻസ്. റിയാലിറ്റീസിനെ കുറിച്ച്, ചാലഞ്ചസിനെ കുറിച്ച്, അവർ നേരിടാൻ പോകുന്ന ഒരു ലോകത്തെക്കുറിച്ച്, ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ലോകത്ത് വരാൻ പോകുന്ന അവസ്ഥകളെക്കുറിച്ച്, ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കി അവരെ ഗൈഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി. നല്ല ഗൈഡൻസ് കുട്ടികൾക്കും പേരൻസിനും അതുപോലെ തന്നെ ടീച്ചേഴ്സിനും സ്കൂൾസൊക്കെ നന്നായി ട്രെയിൻഡ് ആകേണ്ടതായിട്ടുണ്ട്. സ്കൂളിലെ രീതികളിലൊക്കെ വലിയ മാറ്റങ്ങളുണ്ടാണ്. കുറച്ചുകൂടെ കുട്ടികളെ ഇൻവോൾവ് ചെയ്തും അവരെ കൂടെ പാർട്ട്നേഴ്സാക്കിയും അവരെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുമൊക്കെയാണ് വിദ്യാഭ്യാസം നടക്കേണ്ടത്. അപ്പോഴാണ് ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് ക്വോഷ്യൻ്റൊക്കെ ഡെവലപ്പ് ആകത്തുള്ളൂ. ഇതിന് നമുക്ക് സ്കൂളുകളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ടീച്ചേഴ്സിനെ അതിനനുസരിച്ച് ട്രെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതൊന്നും നടത്താതെ നമ്മളിങ്ങനെ പഴയ കുറേ 20-30 വർഷം മുമ്പുള്ള കാര്യങ്ങളും വെച്ചുകൊണ്ട് ഇപ്പോഴും പോകാനാണ് ശ്രമിക്കുന്നത്. അതാണ് ഒരു റെസിപ്പി ഫോർ ഫെയിലിയർ. പരാജയം നമ്മൾ വില കൊടുത്ത് വാങ്ങുകയാണ്. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമ്മൾ മാറേണ്ടതായിട്ടുണ്ട്. പ്രോ ആക്റ്റീവായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലോകത്ത് ചേഞ്ച് വരുന്നതിന് ഒരുപടി മുമ്പേ തന്നെ നമ്മൾ ആ ചേഞ്ച് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കുട്ടികളെയൊക്കെ രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് വളരെ പോസിറ്റീവായിരിക്കും, വളരെ എൻകറേജിങ് ആയിരിക്കും. എല്ലാവർക്കും നല്ല സന്തോഷം കുട്ടികളിലൂടെയും കുടുംബത്തും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. ഹാപ്പി ലിവിങ്.